തൻ്റെ എളിയ സ്നേഹപ്രവൃത്തികളിലൂടെയും ത്യാഗത്തിലൂടെയുമായിരുന്നു ഉച്ചരേസ്യ തൻ്റെ അമ്മയായ തിരുസഭയുടെ ഹൃദയത്തിൽ തനിക്ക് കിട്ടിയ ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകിയത്. തൻ്റെ ദൈവവിളിയുടെ രഹസ്യം കണ്ടുപിടിച്ച് അവൾ പ്രാർത്ഥിക്കുകയാണ്: ഹായ് എൻ്റെ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ്റെ അമ്മയായ സഭയെയും ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ഏറ്റവും ലഘുവായൊരു പ്രകരണം മറ്റെല്ലാ പ്രവൃത്തികളുടെയും ആകെത്തുകയേക്കാൾ തിരുസഭയ്ക്ക് തുലവും പ്രയോജനകരമാണ് എന്ന കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ ഈ പ്രവാസത്തിൽ എന്നെ അനുവദിക്കുക. എൻ്റെ വേദസാക്ഷിത്വത്തിൻ്റെ മാധുര്യമേറിയ കയ്പ് അനുഭവിക്കുവാനും എന്നെ അനുവദിക്കുക. തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമായിരുന്ന തൻ്റെ ജീവിത സ്വപ്നത്തിൽ നെയ്ത കൊച്ചുത്രേസ്യ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ദൗത്യത്തിൽ പങ്കുചേരുവാൻ തീക്ഷ്ണമായി ആഗ്രഹിച്ചു. യേശു അരുളി ചെയ്തിട്ടുണ്ടല്ലോ: ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവസാന്നിധ്യത്തിൽ തെരേസ ജീവിച്ചു. കർമ്മലമഠത്തിലെ ധന്യജീവിതം നയിച്ചുകൊണ്ടും തിരുസഭയിൽ വലിയ മിഷണറിയാകുവാൻ സാധിക്കുമെന്ന് കൊച്ചുത്രേസ്യ വിശ്വസിച്ചു. അവൾ തൻ്റെ സഹസന്യാസികളോടായി പറയുമായിരുന്നു: ആത്മാക്കൾക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർമ്മലമഠത്തിൽ നാം മിഷണറിമാരാകുന്നു. നമ്മുടെ പുണ്യപ്രവൃത്തികളാൽ നമ്മുടെ ആത്മാവിനെ നാം രൂപപ്പെടുത്തുന്നു, മിഷണറിമാരെ സഹായിക്കുന്നു, അവർക്കായി നാം സമൃദ്ധമായ ദാനം ചെയ്യുന്നു. ഇങ്ങനെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആത്മീയവും ഭൗതികവുമായ യഥാർത്ഥ വാസസ്ഥലം നിർമ്മിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.